ഈ ഒരു മണിക്കൂറുകളിൽ അർജുന്റെ ട്രക്ക് ഗംഗാവാലി ിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. കർണാടക റവന്യൂ മന്ത്രി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഗംഗാവാലി നദിയിൽ നാവികസേനയ്ക്ക് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തന്നെ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട്, അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ട വിവരം. ഇനി ഈ ട്രക്ക് പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ ദൗത്യം പുരോഗമിക്കുകയാണ്. ബൂം മെഷീൻ ഒരു ഭാഗത്ത് ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തന്നെ മണ്ണ് മാറ്റുന്നുണ്ട്, ഒരു ഭാഗത്ത് മണ്ണ് മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാവികസേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും അംഗങ്ങൾ ഈ ബോട്ടിൽ പുഴയിലുമുണ്ട്. വളരെ അത്തരത്തിലുള്ള ആർമിയുടെയും നേവിയുടെയും ദുരന്ത നിവാരണ സേനയുടെയും എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. അതിൽ ഈ ട്രക്ക് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. നേരത്തെ ആദ്യം ഇത് കർണാടക റവന്യൂ മന്ത്രി ട്വിറ്ററിലൂടെ ഈ വിശദാംശങ്ങൾ പുറത്തുവിട്ടപ്പോഴായിരുന്നു അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായത്. ഇപ്പോൾ കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെയും ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ട്രക്ക് ഏതായാലും കണ്ടെത്തിയിരിക്കുന്നു. ഇനി ട്രക്ക് പുറത്തെടുക്കുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലേക്കാണ് കടക്കുന്നത്. അത് ബൂം ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് മാറ്റുന്നുണ്ട്. ആ രീതിയിൽ അത് പുറത്തെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് തന്നെയാണ് ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റുകയാണ്. അവിടെ ബൂം മെഷീനും അതോടൊപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളും, അതായത് ഈ നദിയിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന ആ സ്ഥലത്തുള്ള മണ്ണാണ് മാറ്റുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടി മാറി നദിയിലേക്ക് തന്നെയാണ് ഈ ട്രക്ക് ഉള്ളത്. അതിന്റെ ഭാഗങ്ങൾ ഏത് ഭാഗമാണ് ആദ്യം പുറത്തു വരിക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള ഒരു തിരച്ചിൽ കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും നമുക്ക് ഈ തിരച്ചിൽ ആരംഭിച്ച് 9ാം ദിവസം പിന്തുടരുമ്പോഴും പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും ഉണ്ടായിരുന്നില്ല. കരയിൽ ഒരു ദിവസം ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു, അതായിരുന്നു ഒരു പ്രതീക്ഷ. അതിനുശേഷം കരയിൽ പൂർണ്ണമായുമുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പിന്നെ നദിയിൽ തന്നെയായിരുന്നു, നദി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 2 ദിവസമായുള്ള തിരച്ചിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് നാവികസേനയുടെ സോണാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ ഗംഗാവാലി നദിയുടെ അടിയിൽ ഈ ഒരു വസ്തുവുണ്ട്, കനമുള്ള വസ്തുവുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ആദ്യം അതൊരു ട്രക്കാണ് എന്നുള്ളത് ഒരു വാഹനത്തിന്റെ ഭാഗമാണ് എന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അത് ട്രക്കാണ് എന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുകയായിരുന്നു. ആ കാര്യമാണ് കർണാടക റവന്യൂ മന്ത്രി ട്വിറ്ററിലൂടെ ആ വിവരമാണ് പുറത്തുവിട്ടത്. പിന്നീട് അതിന് പല കോണുകളിൽ നിന്നുള്ള സ്ഥിരീകരണവും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൂലമായ ഘടകം ഇപ്പോൾ ഈ മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇടതടവില്ലാതെ ഇപ്പോൾ ഒരു മഴ പെയ്യുകയാണ്, കനത്ത കാറ്റുമുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകുന്ന ഒരു മണിക്കൂറുകൾ കൂടിയാണ്. ഇപ്പോൾ താൽക്കാലികമായി ഇത് നിർത്തിവച്ചിരിക്കുന്നതായാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. മാറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. ബോട്ടുകൾ വീണ്ടും കരക്കടുപ്പിക്കുകയാണ്. ഗംഗാവാലി നദി വളരെ ശക്തമായ ഒഴുക്ക് ഇപ്പോൾ ഗംഗാവാലി നദിയിലുണ്ട്. മഴ കനക്കുന്നതോടുകൂടി തന്നെ ഗംഗാവാലി നദിയിലെ കുത്തൊഴുക്ക് വർദ്ധിക്കുകയാണ്. ബോട്ടുകൾക്ക് പോലും ഇവിടെ തിരച്ചിൽ നടത്താൻ കഴിയാത്ത വിധമുള്ള കുത്തൊഴുക്കാണ്. മുകൾ പരപ്പിലും നല്ല ശക്തമായ ഒഴുക്കുണ്ട്. അതിന്റെ 10 മടങ്ങ് ഒഴുക്കാണ് ഉള്ളൊഴുക്ക്, ഇതിന്റെ അടിയൊഴുക്ക് എന്നാണ് ഈ സ്കൂബ ഡൈവർമാർ ഉൾപ്പെടെ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ദൗത്യവും പ്രവർത്തനങ്ങളും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മണ്ണ് മാറ്റുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോട്ടുകൾ ഇപ്പോൾ കരക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ഈ മഴ മാറി നിൽക്കുമ്പോൾ, മഴയുടെ ശക്തി കുറയുമ്പോൾ ഇത് പുനരാരംഭിക്കും. ഏതായാലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. കാലാവസ്ഥ എല്ലാം തന്നെ പ്രതികൂലമാണെങ്കിൽ കൂടിയും അർജുന്റെ ട്രക്ക് കണ്ടെത്തി എന്നുള്ള ഏറ്റവും പ്രതീക്ഷ നിറഞ്ഞ ആ ഒരു മണിക്കൂറുകളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അത് കേവലം സൂചനകൾ മാത്രമല്ല, ഔദ്യോഗികമായിട്ടുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്ഥിരീകരണമായി തന്നെ അത് പുറത്തു വന്നപ്പോഴാണ് അത് ഏറ്റവും വലിയ ആശ്വാസ വാർത്തയായി മാറിയത്. ഏതായാലും ആ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഈ പുഴയിൽ ഈ ട്രക്ക് കരക്കെടുക്കാനുള്ള
ദൗത്യം തുടരുകയാണ്. ആ ദൗത്യം പുറത്തെടുക്കാൻ കഴിയും. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും ബൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇനി ആവശ്യമായെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളും എത്തിച്ചത് പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കർണാടക റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 9ാം ദിവസം വൈകുന്നേരമാകുമ്പോൾ ഇത്രയും ദിവസം നിരാശയുടെ ദിവസങ്ങളായിരുന്നു, നിരാശയുടെ മണിക്കൂറുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ കിരണങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു വിവരമാണ് ഈ മണിക്കൂറുകളിൽ ലഭ്യമായിട്ടുള്ളത്.